അസ്സലാമു അലൈക്കും. ഫാത്തിമ പുന്നസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഇന്ന് ഞായറാഴ്ച. ഇന്നൊരു കല്യാണം ഉണ്ട് എൻ്റെ നാട്ടിൽ ഇട്ടോണത്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു കല്യാണത്തിന് പോകാന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. നമ്മളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മളെ ഇവിടെ ആയിരിക്കും നമ്മൾ ഓരോ കല്യാണങ്ങൾക്ക് പോകുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ കല്യാണം കഴിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടിലേക്ക് ഒരു കല്യാണത്തിന് പോവാന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ കെട്ടിച്ചു കൊടുത്ത് വന്നിട്ട് കല്യാണം പറയുന്നില്ല. എന്തെങ്കിലും കുടുംബക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ കല്യാണം പറയുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ക്ഷണം നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ അതിലുപരി എൻ്റെ ഉപ്പാന്റെ നല്ലൊരു ഫ്രണ്ടുമാണ്, ഞങ്ങളുടെ അടുത്തുള്ള ഒരു അയൽവാസിയാണ്. അതേപോലെ ആ മോന്റെ കല്യാണമാണ്, എൻ്റെ ഉപ്പാന്റെ ഫ്രണ്ടിന്റെ മോന്റെ കല്യാണമാണ്. അപ്പൊ ആ മോനെ എൻ്റെ ബിലാൽ മോന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അടുത്തുള്ളൊരു നമ്മളൊരു കുടുംബ ബന്ധം പോലത്തെ ഒരു എന്താ പറയാ അയൽവാസികൾ തന്നെയാണ് കേട്ടോ, നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഉണ്ട് കല്യാണം, എല്ലാവരുടെ വീട്ടിലും കല്യാണം കഴിച്ച വീട്ടിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും വരും, അവരിനെ എല്ലാവരും കാണാം. അപ്പൊ മൊത്തത്തിൽ സന്തോഷമായിട്ട് വിചാരിച്ചൊരു ദിവസമാണെന്ന്. പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെയല്ലല്ലോ. മോൾക്ക് പെട്ടെന്ന് മൂത്ത മോൾക്ക് ഫാത്തിമാക്ക് തീരെ വയ്യ. അവളെല്ലാവരും നമുക്ക് കല്യാണത്തിനൊക്കെ പോവാം, മദ്രസ വിട്ട് വന്നിട്ട് കല്യാണത്തിനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷമായിട്ട് ഇരുന്നതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവൾക്ക് എന്താ പെട്ടെന്ന് വയ്യാണ്ടായി. ഇന്നലെ രാത്രിക്ക് നല്ലൊരു പനി വലിച്ച്. അപ്പൊ അവള് പാരസിറ്റമോൾ കഴിക്കാൻ കൊടുത്തിട്ട് ഒന്ന് തല പൊന്തിച്ച് ഞാൻ അവളെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ അവളും കൂടിയിട്ട് ക്ലിനിക്കിലേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. അവള് പറയുന്നത് കല്യാണത്തിന് വരാൻ വെച്ചേ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഉഷാറുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കുടിച്ചിട്ട് ചെറിയ മോൾക്ക് മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവളോട് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഫാത്തിമയും കൂടിയിട്ട് ഇനി ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം, കല്യാണത്തിന് പോകണം. ഇവിടുന്ന് ഇട്ടോണത്ത് വെച്ചിട്ടല്ല കേട്ടോ കല്യാണം, വലിയവായിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പൊ ഇൻഷാ അള്ളാ കല്യാണത്തിന് പോണ വിശേഷങ്ങളും അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ ഉമ്മി അനിയത്തിയും മണ്ഡപത്തിൽ പോകും. അതേപോലെ മറ്റേ അനിയത്തി മുർഷിമോളും അവിടുന്ന് മണ്ഡപത്തിലേക്ക് വരും. ഞാൻ ഇവിടുന്ന് പോകും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മണ്ഡപത്തിൽ നിന്ന് വേണം ഒരുമിച്ച് കാണാൻ. പിന്നെ നമ്മുടെ നാട്ടുകാരനെ എല്ലാവരും കാണാമല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ അവിടെ പോയിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. ഇൻഷാ അള്ളാ എന്തായാലും ഇനി പോകുന്ന കാര്യങ്ങളും ഒക്കെ കാണാം. ആദ്യം എന്തായാലും ക്ലിനിക്കിൽ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ കുഞ്ഞോ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ താത്തി പോയിട്ട് വരാട്ടോ. ചെരുപ്പിട്ടോ, ചെരുപ്പിടുന്നു ഞാൻ പിടിക്കാം. ചെരുപ്പിടുന്നു അതിട്ടോ, ആ ചെരുപ്പിട്ടോ. വണ്ടി അവിടെ വന്നിട്ടുണ്ടാവും. വണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് പോവാം. പെട്ടെന്നൊക്കെ എന്തായ അവിടെ തന്നെ കാണിക്കാറൊക്കെ. അതെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, പിന്നെ അവരങ്ങനെ പെട്ടെന്ന് നോക്കൊന്നുമില്ലേ. അതെ, അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി മരുന്നൊക്കെ മേടിച്ച് ഇനി ഡ്രസ്സൊക്കെ മാറ്റോളൂ. പൊന്നോ പൊന്നോ പൊന്നോ, വാതിൽ ഓപ്പൺ ദ ഡോർ. ഡ്രസ്സൊക്കെ മാറ്റിയോ? ഇവിടെയൊക്കെ പൊന്നോ. അത് ചെയ്യണ്ടാണ്ട് അവിടെ നിന്നോ. റോട്ടിൽ ബസ് കത്തിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തുടച്ചോ അതേറ്റ് പൊന്നു നോക്കാം. പത്ത് വെച്ച് വിളിക്കടി. എന്നെ വീഡിയോ എടുക്കട്ടെ, യൂട്യൂബിലിടെ. വളരെ നേരം വൈകി വന്ന കാരണം മണ്ഡപത്തിൽ ആരുമില്ല, എല്ലാരും ചോറില്. വിളമ്പിക്കോ ഐസ്ക്രീമിന്റെ അല്ല എന്താണ് ഫുഡ് കഴിക്കല് ഇയായിരുന്നു, കുഴപ്പമില്ല.
ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. വ്ളോഗൊക്കെ ചെയ്യാണ്, അതുകൊണ്ടാണ്. അന്നെടുക്കട്ടെ? ഇന്നുണ്ട ഇന്ന് പെടുത്തല്ലേ ഉണ്ടല്ലേ? സല എവിടെ ഐശുട്ടി? ഐശു ഐശു ആ പോയി. ആ ഐശു വന്നേ. ഐസ്ക്രീമൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ടല്ലോ. ഐശു ഐശു എല്ലാരും സല നോക്കട്ടെ, ഓടി കളിക്കാം. ഇതെന്തിനാ കരയണേ? എന്താ പ്രശ്നം? മുബി മുറിച്ച് എടുക്ക പോണ്. ഫോട്ടോ എടുക്കാനാ? അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പോവാ? ഐശു ഇവിടെ വയ്ക്ക. നല്ല സ്ഥലം, നല്ല രസമുണ്ട്. സ്ഥലം ഇങ്ങോട്ട് നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ, സ്ഥലം ഇങ്ങോട്ട് നോക്കിയേ. നല്ല ഭംഗിയുണ്ട്, നല്ല സ്ഥലം അല്ലേ? ഫോട്ടോ എടുക്കട്ടെ? താത്തമ്മ ഫോട്ടോ എടുക്കട്ടെ? അമ്മ നിക്കണേ പടച്ചോനെ. രണ്ടാളും ഇങ്ങോട്ട് നോക്ക. രണ്ടാളും ചിരിച്ച് നോക്കേ. രണ്ടാളും തോൾക്കൂടെ വേണ്ട. ഞങ്ങള് പിന്നിൽ ബസ്സിൽ വരാട്ടാ, ഞാനമ്മയും കൂടിയിട്ട്. കൊച്ചുമോളും മുബിയും പിന്നെ ആരമ്മ കുട്ടികളുടെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വഹാബിന്റെ കാറിൽ പോണിട്ടാ. ഞാനും ഉമ്മയും കൂടിയിട്ട് ഇതാ ബസ്സിന് കാത്തിക്കാണ്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് വരികയാണ് കേട്ടോ. കുട്ടോണത്ത് നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഞാനിന്ന് കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ട് ചാടിക്കാൻ. ചാറുന്നുണ്ട്, നല്ല ചാറ്റൽ മഴ. എന്തായാലും വന്ന സ്ഥിതിക്ക് ചായ കുടിച്ചിട്ട് പോകാമല്ലോ. ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവരൊക്കെ അവിടെ എത്തി ഫ്രീ ആയി ഉണ്ടാവുമായിരിക്കും അല്ലേ. ഇനി മുബി ഇന്ന് പോകട്ടോ. മുബി ഞാനൊക്കെ ഇന്ന് പോവേ, കാരണം നാളെ മൺഡേ ആണ്, സ്കൂളുണ്ട്, മദ്രസയുണ്ട്. കുട്ടികൾ ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോൾ പോകുന്നതാണ്. അവരൊക്കെ അവിടെ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ചായ കുടിച്ച് ഞങ്ങളിതെല്ലാം കഴിച്ചതിന് ശേഷം ഞാനും മുബിയും ഒക്കെ സ്ഥലം വിടും. മുബിക്ക് ഡിഗ്രിക്ക് പോകണം, എനിക്കും പോകണം, ഒക്കെ പോകണം. അവിടെ നല്ല ബഹളം കേൾക്കാണ്ട് ഉള്ളിൽ. എന്നാൽ ശരി, ഞങ്ങളിനി ചായ കുടിക്കട്ടെ കേട്ടാ. അസ്സലാമു അലൈക്കും മക്കളെ. ഇന്നേ ഞാൻ പോയില്ല കേട്ടാ. ഞാൻ ഇന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പുക വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് പോകണ്ടാന്ന്. ഇപ്പോൾ കൊച്ചുമോള് ലോഡർ ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അതിൻ്റെ പ്രിപ്പറേഷനില്ല. ഇനി നാളെ കാലത്ത് പോയാൽ മതിയടി താത്താന്ന് പറഞ്ഞപ്പോൾ ഞാനക്ക് ലോഡർ ഫ്രൈസൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയില്ല. ഇനി നാളെ ഇൻഷാല്ലാ കാലത്ത് നേരത്തെ പോകണം. മുബി പോയിട്ടോ. ഉരുളൻകിഴങ്ങ് നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്താടി എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മയനേസ് ഉണ്ടാക്കണം. അതിനുള്ളതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഇതാ അവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ എന്താണ് ചീസല്ലേ, ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചീസാണ് കേട്ടോ. അല്ല ചീസ് എന്താണ്, ബട്ടറല്ലേ, ബട്ടർ. പിന്നെന്താണ്, എന്താ കോൺഫ്ലവറോ മൈദ അല്ലേ. ബട്ടർ ഇട്ടിട്ട് മെൽറ്റാവുമ്പോൾ എന്താണ് മൈദ ഇട്ടല്ലേ. കോഴി ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ പിന്നെ മൈദ ഇട്ടിട്ട്
മൈദയും ബട്ടറും കൂടിയിട്ട് മെൽറ്റായില്ലേ. ഇനി എന്തായി ചോദിക്കുക? പാലല്ലേ. ഈ പറഞ്ഞടി കൊച്ചോളെ. അവിടെ കൊച്ചുമോൾക്ക് ഭയങ്കര മടിയാട്ടോ പറയാൻ. പാലൊക്കെ ചെറുതായി മുഖത്തിൽ പൊരിക്കണം. അങ്ങനെ പാലും മൈദയും എന്താ ബട്ടറല്ലേ അങ്ങനെ കൂടി മിക്സ് ആവുകയാണ്. ഇത് കുറുകിയത് ചീസുണ്ട്. ചീസ് കേട്ടോ. എത്ര ചീസ് വരുന്നുണ്ട്? ചീസ് ഇട്ടോളൂ. ചീസ് ഇത് കോഴി കരിയോ? ചിക്കൻ ഇവിടെ പൊരിച്ച് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് പിച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉരുളൻകിഴങ്ങ് പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. ഇത് മയോനൈസ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇനി മിക്സ് ചെയ്യല്ലടി. ക്യാപ്സിക്കം ഇവിടെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ലോഡർ ഫ്രൈസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിലേക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സലമോനെ നമുക്ക് കഴിക്കല്ലേടാ, ബാ. സെല്ല കഴിക്കല്ലേ? അസ്സലാമു അലൈക്കും. ഇനി വൈകുന്നേരത്തോണ്ട് പോയിട്ടാ. അങ്ങനെ ഞാനും പൊന്നും കൂടിയിട്ട് പോവാണ്. നടക്ക്. എന്തേ ഓടിയോ? അന്നപ്പോ അതൊക്കെ നടക്ക്. സ്കൂൾക്ക് പോകുമ്പോഴത്തേനും ഞാൻ പോവാണ് കേട്ടോ. എന്നാൽ ശരി. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.